ബിസിനസ്സുകാർ എന്തുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ പ്രസംഗം കേൾക്കരുത്? കാരണം ബിസിനസ്സിൻ്റെ അടിസ്ഥാനം പണമാണ്. ബിസിനസ്സിൻ്റെ വിജയം പണത്തിലാണ്. സോ പണം തെറ്റാണ്, പണം ഉണ്ടാക്കുന്നത് തെറ്റാണ്, പണം ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പ്രസംഗം കേൾക്കാൻ പോയാൽ, സ്ഥിരം മീറ്റിങ്ങുകൾ കൂടാൻ പോയാൽ, നിങ്ങൾ പോലും അറിയാതെ ഇറ്റ് വിൽ അഫക്റ്റ് യുവർ കോൺഫിഡൻസ്, യുവർ ഗ്രോത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ബിസിനസ് ചെറിയൊരു സ്ട്രഗിൾ ഉണ്ട്. ബിസിനസ്സിൽ സ്ട്രഗിൾ വരുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ഒരു സീസണിലാവാം, അല്ലെങ്കിൽ കുറച്ച് മാസത്തേനാവാം, ചിലപ്പോൾ അത് മറ്റു ഫാക്ടേഴ്സ് കൊണ്ടാവാം. നമ്മളതിനെ റെക്ടിഫൈ ചെയ്താണ് നമ്മളതിന് മുമ്പോട്ട് പോകുന്നത്, അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ നടുക്ക് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ ശക്തിയോടെ ബിസിനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ദാരിദ്ര്യം പ്രസംഗിക്കുന്ന, പണത്തിനെതിരെ സംസാരിക്കുന്ന ഒരു സഭയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ അവിടുന്ന് കേൾക്കുന്നത് ദൈവത്തിന് ഇതിനകത്ത് താല്പര്യമില്ല, എന്തിന് പണം ഉണ്ടാക്കുന്നതിന് താല്പര്യമില്ല, നിങ്ങൾ ബ്ലെസ്ഡ് ആകുന്നതിന് താല്പര്യമില്ല എന്നൊക്കെയാവും. അപ്പോൾ അറിയാതെ നിങ്ങൾ ഓർക്കും, ദൈവമേ ഈ ചലഞ്ച് വന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഇഷ്ടക്കേടാണോ, ഞാൻ പോകുന്ന വഴി തെറ്റാണോ? ചിലപ്പോൾ അധ്വാനിക്കേണ്ടടുത്ത് ആത്മാർത്ഥതയോടെ കൂടുതൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടടുത്ത് ഈ നെഗറ്റീവ് തോട്ട് നിങ്ങളെ പിന്നോട്ട് വലിക്കും, നിങ്ങളുടെ ബിസിനസ്സേ തകർന്നു പോകാം. ഇനി നേരെ മറിച്ച് നല്ല രീതിയിൽ ബിസിനസ് ഒരാൾ രാവിലെയും വൈകിട്ടും കേൾക്കുകയാണ്, ദൈവം സമ്പത്തിനെതിരാണ്, ദൈവം സമ്പത്തിനെതിരാണ്, നീ ലോകമോഹത്തിന് പുറകെ പോകരുത്, സമ്പത്ത് ലോകമോഹമാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ നമ്മൾ മടിക്കും. നമ്മൾ ഓർക്കും, ദൈവം ഇതിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം വീട് പണിയുന്നതിന് വെറുതെ അധ്വാനിക്കുകയാണ്, അല്ലേ? ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കത്തില്ല, പുതിയ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യത്തില്ല. വാട്ട് വിൽ ഹാപ്പൻ? ഓട്ടോമാറ്റിക്കലി ഇന്നല്ലെങ്കിൽ നാളെ വരാനുള്ള വലിയൊരു ഗ്രോത്ത്, ഒരു വലിയ ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവുകയും ചെയ്യും. ചിലപ്പോൾ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കാത്ത മൂലം നാളെ ബിസിനസ് തകരാനും സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പോകേണ്ടത് എവിടെ, ഏത് സഭ, ഞാൻ സഭയെ കുറ്റം പറയുകയല്ല, സഭ മാറാൻ പറയുകയല്ല, പക്ഷെ ബി വിജിലൻറ്റ് എന്ന് ഒരു ബിസിനസ്സുകാരൻ നിലയ്ക്ക് ഞാൻ പറയുകയാണ്. നമ്മൾ എവിടെയാണ് പോകേണ്ടത്? നിന്റെ ബിസിനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കും, നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും, നിന്റെ ജീവിതം ഒരു ബ്ലെസ്സിങ് ആയിരിക്കും, നീ മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് നിന്റെ കൂടെ 24 മണിക്കൂറും 7 ദിവസവും യേശുവിൻ്റെ കൂടെ നിന്റെ കൂടെ നിൽക്കും. നീ തന്നെയല്ല ബിസിനസ് ചെയ്യുന്നത്, നിന്റെ കമ്പനിയുടെ CEO യേശുവാണ്. ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. വി ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദ വേൾഡ് എന്ന് പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ പോവുക, അത് കേൾക്കുക, ആ സ്പിരിറ്റിൽ ഫിൽ ആകുക. അതർവൈസ് യു ആർ ഇൻ ഡേഞ്ചർ സൂണർ ഓർ ലേറ്റർ. ഗോഡ് ബ്ലെസ് യു.